വെൽക്കം ബാക്ക് ടു അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത്. എക്സാമിന് 8 മാർക്കിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നോക്കുക. ദ റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓഫ് കൊടൈക്കനാൽ സ്പോർട്സ് ക്ലബ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2008 ഈസ് ഗിവൺ ബിലോ. ക്വസ്റ്റ്യനിൽ ഡെബിറ്റ് സൈഡിൽ പെർട്ടിക്കുലേഴ്സിൽ ബാലൻസ് ബി ബാഡി 6000, സബ്സ്ക്രിപ്ഷൻസ് 2007 240, 2008 12,660, 2009 480, ടോട്ടൽ 13,380 ഔട്ടർ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രോഫിറ്റ് ഫ്രം ക്യാൻറ്റീൻ 9,000, മിസ്സലേനിയസ് ഇൻകം 450, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, പഴയ ന്യൂസ് പേപ്പർ വിറ്റത് 1,120, ഡിവിഡൻസ് 4,850. ക്രെഡിറ്റ് സൈഡിൽ സാലറീസ് 12,450, സ്റ്റേഷനറി 2,400, ടാക്സസ് 3,600, ടെലിഫോൺ എക്സ്പെൻസസ് 600, ഇൻവെസ്റ്റ്മെൻറ്റ് 7,500, അഡ്വർടൈസ്മെൻറ്റ് 1,050, പോസ്റ്റേജ് 1,000, സൺട്രീസ് 3,500, ബാലൻസ് സി ബാഡി 2,700. താഴെ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് എ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ മേക്കിംഗ് ഫോളോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുള്ളത് there are 450 members each paying an annual subscription of ₹30. അതായത് 450 മെമ്പേഴ്സ് ആണ് ഈ ഒരു ക്ലബിനകത്തുള്ളത്. അതിൽ ഓരോരുത്തരും ആനുവൽ വരിസംഖ്യയായിട്ട് ₹30 കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 31st December 2007 വാസ് ₹300. സ്റ്റേഷനറിയുടെ എമൗണ്ട് 300ഉം അതുപോലെ തന്നെ 2008 540 ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഈസ് ₹60,000, 60,000 ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ്. അതേപോലെ ഡിപ്രിഷിയേറ്റ് അറ്റ് 2% ഡിപ്രിഷിയേഷനും സംഭവിക്കുന്നു. എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഇൻകം എക്സ്പെൻഡിച്ചറും പരിഗണിക്കാൻ പാടില്ല. എന്തേ ഉള്ളൂ, റവന്യൂ റെസീവ്സും റവന്യൂ പേയ്മെൻറ്റ്സുകളും മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എടുക്കേണ്ടത്. അതിൽ ഫസ്റ്റ് ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസുകളാണ് നമ്മൾ നേരെ ഇൻകത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. അതിൽ ഫസ്റ്റ് ബാലൻസ് ബി ബാഡി 6,000 ഉണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രത്യേകതയാണ് ബാലൻസ് ബി ബാഡി ഉണ്ടാവില്ല, അതുപോലെ തന്നെ ബാലൻസ് സി ബാഡിയും ഇതിനകത്ത് ഉണ്ടാവില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുകയില്ല. സെക്കൻഡ് ഐറ്റം സബ്സ്ക്രിപ്ഷൻസ് ആണ്. സബ്സ്ക്രിപ്ഷൻസിൻ്റെ എമൗണ്ട് നമ്മൾ ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2008 ആണ്. 38 സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കുക. ക്വസ്റ്റ്യന് 2,660 ഉണ്ട്. പിന്നെ നോക്കേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് 450 മെമ്പേഴ്സ് ഓരോരുത്തരും വർഷത്തിന് ₹30 കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ടോട്ടലാകുമ്പോൾ 13,500 ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കിട്ടാനുള്ള എമൗണ്ട് എത്രയാണ്? ആഡ് ഔട്ട്സ്റ്റാൻഡിങ് കിട്ടാനുള്ള എമൗണ്ട് 840, 840 ആണ് കിട്ടാനുള്ള എമൗണ്ട്. നെക്സ്റ്റ് ഐറ്റമാണ് പ്രോഫിറ്റ് ഫ്രം ക്യാൻറ്റീൻ 9,000, അതുപോലെ എഴുതുക. മിസ്സലേനിയസ് ഇൻകം എന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റാണ്, ഇൻകമായിട്ട് പരിഗണിക്കും. മിസ്സലേനിയസ് ഇൻകം 450, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് അതുപോലെ എഴുതുക. ഡിവിഡൻറ്റ് 4,850, അതുപോലെ എഴുതുക. ഇനി ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസുകളാണ് നമ്മൾ എക്സ്പെൻഡിച്ചറായിട്ട് പരിഗണിക്കുന്നത്, നേരെ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലുള്ള റവന്യൂ പേയ്മെൻറ്റ്സുകൾ ഫസ്റ്റ് വൺ സാലറിക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, അതുപോലെ എഴുതുക. നെക്സ്റ്റ് കഴിഞ്ഞിട്ട് സ്റ്റേഷനറിയുടെ എമൗണ്ട് എന്ന് 2,400 ആണ്. അതിൻ്റെ കൂട്ടത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് 2007 സ്റ്റേഷനറിയുടെ എമൗണ്ട് ₹300, 2008 540 ആണ്. അപ്പോൾ അത് രണ്ടും എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ആണ്. അപ്പോൾ 2,400 ഇന്നർ കോളത്തിൽ എഴുതി. അതിനോട് കൂടിയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് 300 ആഡ് ചെയ്യുകയും അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് 540 മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഔട്ടർ കോളത്തേക്ക് 2160 ഔട്ടർ കോളത്തിൽ എഴുതാം. നെക്സ്റ്റ് ഐറ്റമാണ് ടാക്സസ്, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, അതുപോലെ എഴുതുക.
ടെലിഫോണ് 600 അതുപോലെ എഴുതുക. ഇൻവെസ്റ്റ്മെൻറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ആണ്, അതിവിടെ എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് അതുപോലെ എഴുതി വെക്കുക 1015. നെക്സ്റ്റ് പോസ്റ്റേജ് 1000. അതേപോലെ തന്നെ സൺട്രീസ് 3500. നെക്സ്റ്റ് പിന്നെ ഉള്ളത് ഡിപ്രിസിയേഷൻ, ബാലൻസ് സി ബാർ ഡി ഉണ്ട് ക്വസ്റ്റ്യനിൽ. ബാലൻസ് സി ബാർ ഡി എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഓപ്പണിംഗ് ബാലൻസും ഇല്ല ക്ലോസിംഗ് ബാലൻസും ഇതിനകത്തുണ്ടായിരിക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ₹60,000. ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് 60,000 രൂപയാണ്. അതിന് എത്ര ശതമാനം? 2% ഡിപ്രിസിയേഷൻ ഉണ്ട്. ആ ബിൽഡിങ് പുതിയതായിട്ട് വാങ്ങിയതാണ്, അപ്പോൾ അതിന് മുമ്പേ ഉള്ളൊരു ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് തന്നു. അപ്പോൾ 60,000-ൻ്റെ 2% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 1,200 വരും. അപ്പോൾ ഡിപ്രിസിയേഷൻ ഓൺ ബിൽഡിങ് 1,200. എന്നിട്ട് രണ്ട് സൈഡിലും ടോട്ടൽ ചെയ്യാം. അതായത് ഇൻകം സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 28,920 കിട്ടും. എന്നാൽ എക്സ്പെൻഡിച്ചർ സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 3,360യുടെ ഒരു കുറവ് വരും. അപ്പോൾ അതാണ്. അപ്പോൾ ഇൻകമാണ് കൂടുതൽ. 28,920 രൂപ ഇൻകം ഉണ്ട്. അതിന് എത്ര രൂപ മിച്ചം വരുന്നു? 3,360 രൂപ പ്രോഫിറ്റാണ്. സാധാരണ നമ്മൾ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ. എന്നാൽ ഇത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് സർപ്ലസ് എന്നുള്ള വാക്കാണ് പ്രോഫിറ്റിന് ഉപയോഗിക്കുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നപ്പോൾ നിങ്ങളോട് ബാലൻസ് ഷീറ്റും കൂടെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തൽക്കാലം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വെച്ചിട്ട് മാത്രം ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള പ്രോബ്ലത്തിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാലൻസ് ഷീറ്റും കൂടെ ചെയ്യാം. ഓക്കെ.